പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ആ പ്രവാസി മലയാളിയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിൽ എത്തിക്കാം. കാരണം ഇൻസ്റ്റാഗ്രാം റീൽ താരം എന്നതാണ് ഇദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് കാരണമായത് എന്നതാണ് ഈ പ്രവാസി മലയാളി പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. എന്റെ ഒരു ഫ്രണ്ട് താമരശ്ശേരിയുള്ള ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നതാണ്. ആളെ ഞാൻ മീറ്റ് ചെയ്തു. ഒരു സെലിബ്രിറ്റി ലെവല് നാട്ടിലൊരു പ്രസിദ്ധമായ ഒരാളല്ല ലെവലിൽ ഞാൻ മീറ്റ് ചെയ്ത് ഇപ്പം കുറെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇൻസ്റ്റയിലൊക്കെ. അനുസ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അനസിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അത് സെലിബ്രിറ്റി അല്ലല്ലോ. ഞാൻ ആളെ പരിചയപ്പെടുന്ന തന്നെ ഒരു 2-3 മാസമായിട്ട്. ഇതിന് മുന്നേ എനിക്ക് ആളെ തന്നെ അറിയുന്ന ആള് കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ എന്റെ ഫോണിലുണ്ട്, മെസ്സേജ് അയച്ചതൊക്കെ ഫ്രണ്ട് ത്രൂ പരിചയപ്പെട്ട് സൗദിയിൽ വെച്ചിട്ടാണ് ഞാൻ ആളെ കാണുന്നത്. ഏത് സ്ഥാപനത്തിൽ ഉദ്ഘാടനമായിരുന്നു? ഇത് നാസ്കോ ലീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിൽ ലീഗൽ സർവീസിന് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇതിൽ ശ്വേത മേനോന്, പിന്നെ സ്വാസിക, മാളവിക, മെന്റലിസ്റ്റ് ആദി, വിനയ് ഫോർട്ട്, പിന്നെ യുഎയിലുള്ള പ്രമുഖരായിട്ടുള്ള ഫൈസൽ മലബാർ, അങ്ങനത്തെ പലരും പങ്കെടുത്ത ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു. അനസിന് ഞാൻ അറിയാതെ എങ്ങനെ ഷെയർ വാങ്ങി ഒരു വ്യാജ ഐഡിയിൽ നിന്നും അനസിന്റെ പേരിൽ വ്യാജ ഐഡി ഉണ്ടാക്കിയിട്ട് ഷെയർ വാങ്ങിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഞാൻ ഓൾറെഡി ഇപ്പൊ റൈസ് ചെയ്തിട്ടുണ്ട്. യെസ്, അതാണ് പ്രവാസി മലയാളിയുടെ ശബ്ദം. എന്തായാലും ചില അവ്യക്തതകൾ അതിലുണ്ട്. കാരണം അനസിന് ഇതിൽ ഷെയർ ഇല്ല എന്ന ചോദ്യത്തിൽ വ്യക്തത വരുത്താതെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ടോമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ കേൾക്കാം. ഇന്നലെ ഈ അനസിന്റെ കൂട്ടാളി തന്നെയാണ് വ്യാജ പാസ്പോർട്ടുമായിട്ടാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നു എന്ന കാര്യം കൂട്ടാളി തന്നെയാണ് വെളിപ്പെടുത്തിയത്. അയാളുടെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് വേഗത്തിൽ ഒന്ന് കേൾക്കാം. പുള്ളി എന്തായാലും പാസ്പോർട്ട് ഇവിടെ ഒപ്പിച്ചിട്ടാണ് അവിടെ കയറി പോയത്. അല്ലല്ല, കള്ള പാസ്പോർട്ടും രേഖകളാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പൊ റെഡിയാക്കിയത്. അവിടെ പോയി നിന്നൊരു 1.5 ലക്ഷം കൊടുത്ത സംഭവം കിട്ടും. ബാംഗ്ലൂര് ഒരു ഹുസൈൻ എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളി വഴിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഹുസൈൻ. ഇല്ലില്ല, ഞാൻ ഇതുവരെ അങ്ങനെ കള്ള പാസ്പോർട്ട് പോയിട്ടില്ല. പോകുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതെ, അവിടെ നിന്നുള്ളൊരു വീഡിയോ എടുത്ത് കുറച്ചാൾ നിന്നുള്ളൊരു ഇതുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ചെയ്ത് തന്നെയാണ് അത്. ഇത്ര നാൾ താമസിച്ചിരുന്നുകൊണ്ട് അവിടെ താമസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അവരുടെ പാസ്പോർട്ട് എടുക്കുന്നതാണ്. അതിൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മറ്റേ തിരിച്ചറിയൽ കാർഡും SLC ബുക്കിന്റെയും എല്ലാം ഉടനെ കിട്ടും. യെസ് ടോം, ഈ കേരളത്തിൽ വലിയ ക്രൈം നടത്തി നിരവധി കേസുകളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരാള് അയാളൊരു മറ്റൊരു സംസ്ഥാനത്തേക്ക് കിടക്കുന്നു. അവിടെ കുറെ നാൾ താമസിച്ച് അവിടെ ലോക്കലി കുറെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നു, പിന്നീട് ഒരു വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുന്നു. കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളാണ്. ഇത്രയധികം സുരക്ഷാ പരിശോധനകളുള്ള ഒരു രാജ്യത്ത് നിന്നും ഇങ്ങനെ കടന്നു പോവാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചു? ടോം, ഇതിലെന്താണ് നമുക്കൊരു ചിത്രം? ഇതെങ്ങനെയാണ് ഇവരുടെ ഇടപാടുകൾ നടന്നിരിക്കുന്നത്? സജിത്ത്, അത് തന്നെയാണ് ഏറെ ഞെട്ടിപ്പിച്ച കാര്യം. കാരണം പെരുമ്പാവൂർ അനസിന്റെ ക്രിമിനൽ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. നേരത്തെ ഒരു തീവ്രവാദ ബന്ധം ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊലപാതക കേസുകളിൽ നേരത്തെ ഔറംഗസേബ് 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണിക്കുട്ടൻ, ഗുണ്ടാ സംഘാംഗമായ ഉണ്ണിക്കുട്ടനെ വധിച്ച കേസിലെ പ്രതിയാണ്. അങ്ങനെ നിരവധി വധശ്രമ കേസുകൾ, കൊലപാതക കേസുകൾ, മറ്റ് ക്രിമിനൽ കേസുകൾ അടക്കം പ്രതിയായിട്ടുള്ള പെരുമ്പാവൂർ അനസാണ് ഇന്ത്യയിൽ നിന്നോ നിയമപരമായി, അതായത് പാസ്പോർട്ടിൽ വഴി, അതായത് വ്യാജ പാസ്പോർട്ട് തയ്യാറാക്കി നാട് വിട്ടത് എന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഒരു വീഴ്ച കൂടിയായിട്ട് തന്നെ അത് തന്നെ തുറന്നു പറയേണ്ടി വരും സജിത്ത്. കാരണം ഇവിടെ ഒരു സ്ഥലത്ത്, അതായത് ബാംഗ്ലൂർ പോയി ഈ രീതിയിൽ താമസിച്ചാൽ, 1 മാസത്തിലധികം താമസിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അഡ്രസ് ലഭിക്കുന്നു, പിന്നീട് അതിലൂടെ അപേക്ഷ സമർപ്പിക്കുന്നു, അങ്ങനെ വിദേശത്തേക്ക് കിടക്കാം. പക്ഷേ ഒരു വ്യാജ പാസ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. കൃത്രിമമായി ബർത്ത് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാർ കാർഡുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടാണ്, കർണാടകയിൽ നിന്നും നിർമ്മിച്ചുകൊണ്ടാണ് വ്യാജ പാസ്പോർട്ടിനായി അപേക്ഷ സമർപ്പിക്കുന്നത്. അങ്ങനെ വ്യാജ പാസ്പോർട്ടിലൂടെയും നാട് കടക്കുന്നു. ഒരുപക്ഷെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച്, നമ്മുടെ പോലീസ് പോലും നമ്മുടെ നിയമ സംവിധാനങ്ങളെ പോലും കണ്ണുവെട്ടിച്ചുകൊണ്ടാണ് അനസ്
ഇവിടെ നിന്നും നാട് വിട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പല കേസുകളിലും തട്ടിപ്പ് കേസടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ്. നേരത്തെ ഈ രാമനാട്ടുകരയിൽ സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിന്റെ എസ്കോർട്ട് പോയ വാഹനം അപകടത്തിൽ മരിച്ചത് അത് പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായി ആയിരുന്നു എന്ന് ഔറംഗസേബ് ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ആ കേസിലും പെരുമ്പാവൂർ അനസിന് പങ്കുണ്ട്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്കൊപ്പം എസ്കോർട്ട് പോകുന്ന ഒരു രീതി കൂടി ഈ പെരുമ്പാവൂർ അനസ് ഉൾപ്പെടുന്ന ഗുണ്ടാ സംഘങ്ങൾക്കുണ്ട്. പെരുമ്പാവൂർ അനസ് കൊച്ചിയിലെ ഗുണ്ടാ നേതാക്കന്മാരിൽ ഒരാൾ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ അതായത് പെരുമ്പാവൂർ അനസിന്റെ കീഴിൽ മാത്രം 300ഓളം ഗുണ്ടാ സംഘാംഗങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റതായത് മരട് അനീഷ്, ഭായ് നസീർ അങ്ങനെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ തമ്മനം ഫൈസൽ ഉൾപ്പെടെയുള്ള ഗുണ്ടാ നേതാക്കന്മാരുടെ ഒക്കെ കണക്കെടുത്ത് നോക്കി അവർക്കൊപ്പമുള്ള സംഘാംഗങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ കൊച്ചിയിൽ മാത്രം 1000-ലധികം ഗുണ്ടാ സംഘാംഗങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ഒരു ലിസ്റ്റ് കൊച്ചി പോലീസ് കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം വീണ്ടും കൊച്ചി നഗരത്തില് ഈ ഗുണ്ടാ സംഘങ്ങൾ അവരുടെ സ്വാധീനം അറിയിക്കുന്നു, അതല്ലെങ്കിൽ കൊച്ചി നഗരത്തെ നിയന്ത്രിക്കാൻ തക്ക രീതിയിൽ അവർ സ്വാധീനം ചെലുത്തുന്നു എന്ന് പോലീസ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നിലവിൽ ജാമ്യത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ നിരീക്ഷിക്കുകയാണ്. അതിലൊരാളാണ് ഇന്നലെ നമ്മളോട് വെളിപ്പെടുത്തിയ ഔറംഗസേബ് ഒരു കൊലപാതക കേസിൽ 2 വർഷം കർണാടകയിലെ ജയിലിലായിരുന്നു. അതിനുശേഷം ജാമ്യം കിട്ടിയപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ സമയമാണ് ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും പെരുമ്പാവൂർ അനസ് എന്ന അധോലോക നേതാവിന്റെ അല്ലെങ്കിൽ കൊടും കുറ്റവാളിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞത്. ഈ പെരുമ്പാവൂർ അനസ് എന്ന് പറയുമ്പോൾ അതായത് ഒരു രാജാവ്, സ്വയം ഒരു രാജാവെന്ന പരിവേഷം ഈ യുവാക്കളുടെ അതല്ലെങ്കിൽ ഈ ഗുണ്ടാ സംഘാംഗങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്, ഫാൻസ് ഗ്രൂപ്പുകളുണ്ട്, 4 ഫാൻസ് ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഈ രീതിയിൽ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ശൃംഖല വിപുലപ്പെടുത്തുന്നത് എന്നത് നമ്മുടെ പോലീസ് പോലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോലും അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരുപക്ഷെ ഗൾഫിലാണെങ്കിൽ പോലും വിദേശത്താണെങ്കിൽ പോലും കേരളത്തിലെ പല ഇത്തരം ഇടപാടുകളെ ഈ കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ തക്ക രീതിയിൽ പെരുമ്പാവൂർ അനസിന്റെ ശൃംഖല വലിയ രീതിയിൽ ശക്തമായിട്ടുണ്ട്. അതിന്റെ പല തെളിവുകളും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം. വീണ്ടും കൊച്ചി നഗരം ഗുണ്ടാ കുടിപ്പകയ്ക്ക് പോലും സാക്ഷ്യം വഹിച്ചേക്കാം എന്ന ഒരു സൂചന, ഒരു മുന്നറിയിപ്പ് ഇന്നലെ ഔറംഗസേബ് നൽകിയിരുന്നു. സജിത്ത്. യെസ് ടോം, ഒപ്പം ഈ പെരുമ്പാവൂർ അനസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് അല്ലെങ്കിൽ പെരുമ്പാവൂർ അനസിനെ പങ്കെടുപ്പിച്ചതിനെ കുറിച്ച് ഈ പ്രവാസി മലയാളി പറയുമ്പോൾ ഇയാൾക്കതിൽ ഷെയർ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിലെ ഒരു കാര്യം? ഇതിൽ ഈ അനസിന് ഈ ക്രിമിനൽ ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും അയാളുമായി കൂട്ടുചേരാൻ വലിയ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവുകയാണോ? കാരണം ഞാനിത് പറയാൻ കാര്യം, ഇന്നലെ ഈ ഔറംഗസേബ് പറയുന്നു ഗൾഫിലെത്തി വീണ്ടും സ്വർണ്ണക്കടത്തിനാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്ന്. അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നത് ശരിവെക്കുന്നതാണോ ഇപ്പോൾ ഈ പുറത്തു വരുന്ന തെളിവുകൾ? തീർച്ചയായും ആ രീതിയിൽ കൂടി സംശയിക്കണം സജിത്ത്. കാരണം നാസ്കോ ലീഗൽ എന്ന ഒരു ലീഗൽ ഒരു ഫേം, അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് പെരുമ്പാവൂർ അനസ് ദുബായിൽ ചെന്നത് എന്നാണ് ഈ പറയുന്ന നമ്മോട് സംസാരിച്ച പ്രവാസി വ്യവസായി പറയുന്നത്. പക്ഷെ പെരുമ്പാവൂർ അനസിന് ആ സ്ഥാപനത്തിൽ ഷെയർ ഉണ്ട് എന്നാണ് ഔറംഗസേബിന്റെ ആരോപണം. അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചപ്പോഴാണ് ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മുഫി ഇക്കാര്യം അതായത് പെരുമ്പാവൂർ അനസിന് തന്റെ സ്ഥാപനത്തില് ഈ നാസ്കോ ലീഗൽ എന്ന സ്ഥാപനത്തിൽ യാതൊരു ഷെയറും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഈ പരിപാടിയിൽ ഒരു പെരുമ്പാവൂർ അനസിന് സാന്നിധ്യം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മറ്റ് സിനിമാ താരങ്ങളെ പോലെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് പെരുമ്പാവൂർ അനസിനെ ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പെരുമ്പാവൂർ അനസും എങ്ങനെയാണ് സെലിബ്രിറ്റി ആവുന്നത്? അയാളുടെ പശ്ചാത്തലം നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പറഞ്ഞു ഇൻസ്റ്റഗ്രാം താരമാണ്, നിരവധി 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം താരമാണ് എന്ന് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് പെരുമ്പാവൂർ അനസിനെ പരിചയപ്പെടുത്തി തന്നത്, അതുകൊണ്ട് ക്ഷണിച്ചു. പക്ഷെ നമുക്ക് കാണാൻ കഴിയും, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഓരോ സിനിമാ താരങ്ങളെയും ഈ ശ്വേത മേനോൻ, മാളവിക മേനോൻ, സ്വാസിക, വിനയ് ഫോർട്ട്, ഷിയാസ് കരീം ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾക്ക് മൊമെന്റോ നൽകുന്നതും അവരെ സ്വീകരിക്കുന്നതും ഒക്കെ പെരുമ്പാവൂർ അനസാണ്. ഒരു അതിഥിയായി പോയ പെരുമ്പാവൂർ അനസ് എങ്ങനെയാണ് ഈ താരങ്ങളെ, അതായത് അതിഥികളെ സ്വീകരിക്കുന്നത്
എന്ന കാര്യത്തിൽ ഒരു സംശയം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സംശയം ആ മുഫിയോട് ചോദിച്ചപ്പോൾ, കോഴിക്കോട് സ്വദേശിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല. പക്ഷെ താൻ നിയമപരമായി മുന്നോട്ട് പോകുകയാണ്. കാരണം പെരുമ്പാവൂർ അനസിന്റെ വ്യാജ പേരില് തനിക്ക് ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യാജ ഫേസ്ബുക്കിലൂടെ പലരിൽ നിന്നും പണം തട്ടിയതായ വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മുഫി പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് മുഫി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തേണ്ടത്. കാരണം അത്ര ഒരു ആരോപണം ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നേരത്തെ ഔറംഗസേബ് ഇന്നലെ നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തിയ ഔറംഗസേബ് പറഞ്ഞതാണ് ഈ സിനിമാ താരങ്ങളും പെരുമ്പാവൂർ അനസും തമ്മിലുള്ള ബന്ധം, കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയതാണ്. അതിൽ ഷിയാസ് കരീം എന്ന സിനിമാ താരവും ഈ പെരുമ്പാവൂർ അനസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കൂടുതൽ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഷിയാസ് കരീമാണ് പെരുമ്പാവൂർ അനസിനെ ദുബായിൽ പരിചയപ്പെടുത്തി കൊടുത്തത്. അവർ തമ്മിൽ വലിയ ബന്ധമുണ്ട്. പല കാര്യങ്ങളിലും ഒത്തുതീർപ്പാക്കാനൊക്കെ പെരുമ്പാവൂർ അനസിന്റെ സഹായം ഷിയാസ് കരീം തേടുന്നുണ്ട്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് പെരുമ്പാവൂർ അനസിനൊപ്പം വർഷങ്ങളായി ഒപ്പമുണ്ടായിരുന്ന, അതല്ലെങ്കിൽ പെരുമ്പാവൂർ അനസിന്റെ വലം കൈയായിരുന്ന ഔറംഗസേബ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ സിനിമാ താരങ്ങളും പെരുമ്പാവൂർ അനസും തമ്മിലുള്ള ബന്ധങ്ങളും പരിശോധിക്കണം. ഒരുപക്ഷെ പെരുമ്പാവൂർ അനസ് ആരാണ് എന്ന് ഒരുപക്ഷെ ഈ സിനിമാ താരങ്ങൾക്ക്, അതായത് ശ്വേതാ മേനോൻ, മാളവിക മേനോൻ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾക്ക് അറിവില്ലായിരിക്കാം. പക്ഷേ അവർക്കൊപ്പമുള്ള ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും സിനിമാ മേഖലകളിലേക്ക്, സിനിമാ രംഗത്തേക്കും ഈ ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ഈ ബന്ധം അല്ലെങ്കിൽ അവരുടെ ഇടപാടുകളെ കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതായത് ഇന്നലെ ഔറംഗസേബ് പറഞ്ഞത് ഈ സ്വർണ്ണക്കടത്തിൽ ഇവർക്കൊക്കെ പങ്കുണ്ട്. ഇതിന് സ്വർണ്ണം കടത്താൻ വേണ്ടിയാണ്, ദുബായിൽ നിന്നും സ്വർണം കടത്തുന്നതിന് വേണ്ടിയാണ് പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് കടന്നത്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നത്. അവിടെ നിന്നും നേരത്തെ തന്നെ ഈ പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ അനസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ദുബായിൽ നിർദ്ദേശം നൽകുന്നതനുസരിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലോ അതല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിലോ ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ എത്തുമ്പോൾ ആ സ്വർണം പൊട്ടിക്കുന്നത് പെരുമ്പാവൂർ അനസിന്റെ കീഴിലുള്ള സംഘാംഗങ്ങളാണ്. അതിന്റെ അടുത്ത ഘട്ടമായിട്ടാണ് ഇപ്പോൾ പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് പോയിരിക്കുന്നത്. അക്കാര്യവും, അതായത് സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട പെരുമ്പാവൂർ അനസിന്റെയും അതോടൊപ്പം ഈ സിനിമാ മേഖലയിലുള്ളവരുടെയും പങ്കും അന്വേഷിക്കേണ്ടതാണ്. ശരി, അതാണ് സാഹചര്യം. ഞെട്ടിക്കുന്ന സാഹചര്യമാണ്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവിന് ദുബായിൽ വലിയ രാജകീയ പരിവേഷം, അവിടെ VIP-കളുമായുള്ള വലിയ ബന്ധം, അത് വിദേശത്തേക്ക് കടക്കാൻ ഇയാൾ കള്ള പാസ്പോർട്ട് ഉപയോഗിച്ചു, അതെങ്ങനെ കരസ്ഥമാക്കിയെന്ന ഗുരുതരമായ ആരോപണമാണ്. അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ കൂടുതൽ വരേണ്ട ഒരു വിഷയമാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഒരു ഇടവേള